1996 ജനുവരി 5-നാണ് ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ ഗാസ ബ്രിഗേഡ് വിഭാഗത്തിന്റെ തലവനും ഇസ്രായേലിനെ 1990-കളിൽ വശം കെടുത്തിയ ബോംബ് സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനും സ്ഫോടന വിദഗ്ധനുമായ യഹ്യ ആയാഷിനെ മൊബൈൽ ഫോണിൽ ഒളിപ്പിച്ച 15 ഗ്രാം RDX ഉപയോഗിച്ച് സ്ഫോടനം നടത്തി ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻ ബെറ്റ് പതിച്ചു കളഞ്ഞത്. എല്ലായ്പ്പോഴും പോലെ തന്നെ ആ ടാർഗറ്റ് അസോസിയേഷനും ഇസ്രായേൽ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കുറിപ്പുകളിലും വെളിപ്പെടുത്തലുകളിലൂടെയുമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകമറിയുന്നത്. ലബനാനിൽ ഇപ്പോൾ നടക്കുന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളും അതുവഴി ഉണ്ടാകുന്ന കൊലപാതകങ്ങളും വീണ്ടും വിചിത്രമായ യുദ്ധമുറകളുടെ ഇസ്രായേലി വൈദഗ്ധ്യം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. 2000-ന്റെ തുടക്കത്തിൽ വരെ സന്ദേശ രൂപത്തിലുള്ള ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന വയർലെസ് സംവിധാനമായിരുന്നു പേജർ. മൊബൈലിന്റെ കടന്നുവരവോടെ അപ്രസക്തമായ ഈ ഉപകരണം ഭക്ഷണശാലകളിലും മറ്റും ഉപഭോക്താക്കളെ വിഭവങ്ങൾ തയ്യാറാകുന്നത് ബീപ്പ് സൗണ്ടിൽ അറിയിക്കുന്ന ചുരുക്കം ചില മേഖലകളിലേക്ക് മാത്രമായി മാറ്റി നിർത്തപ്പെട്ടിരുന്നു. എന്നാൽ സൈനിക തന്ത്രപരമായ വ്യാപക ഉപയോഗം ഇതിന് ഇന്നും നിലവിലുണ്ട് എന്നത് ലബനാനിൽ നടന്ന ഈ ആക്രമണത്തിന് ശേഷമാണ് ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. തങ്ങളുടെ ശത്രുക്കൾ എവിടെ പോയി ഒളിച്ചാലും അവരെ തിരഞ്ഞു പിടിച്ച് വകവരുത്താൻ ഇസ്രായേലിന് അസൂയാവഹമായ ഒരു വൈദഗ്ധ്യമുണ്ട്. അതിനവർക്ക് അതിൻ്റെതായ ചരിത്രവുമുണ്ട്. അതിനാൽ ഇസ്രായേലിനോട് ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ഏതൊരു സംഘത്തിൻ്റെയും മുന്നിൽ ആദ്യത്തെ ലക്ഷ്യം അവരുടെ മരണത്തിൻ്റെ ചിലന്തി വലയുടെ സ്വാധീനത്തിൽ നിന്ന് മറഞ്ഞു നടക്കുക എന്നതായിരിക്കും. ഹമാസ് നേതാവ് യഹ്യ ആയാഷിൻ്റെ വധത്തോടെ ഈ ജാഗ്രത അങ്ങനെയുള്ള സംഘടനകളിൽ വളരെയേറെ വർദ്ധിച്ചു. അതിനാൽ ഹമാസിൻ്റെ നേതാക്കളെ ഒരു വർഷമായിട്ടും യുദ്ധം തുടങ്ങിയിട്ട് ഇന്നുവരെ ഇസ്രായേലിന് വേട്ടയാടാൻ കഴിയാത്തതും ഈ ജാഗ്രത കൂട്ടു തന്നെയായിരിക്കും. അവർ തങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പഴയ കാലഘട്ടങ്ങളിലെ പോലെ കത്തുകൾ വഴി, കോഡുകൾ വഴി, കൊറിയറുകൾ വഴി, പക്ഷികൾ വഴി എന്നീ ആശയവിനിമയ മാർഗങ്ങളാണ് തുടർന്നും ഉപയോഗിച്ചു കൊണ്ടുവരുന്നത്. ഹമാസിൽ നിന്നും ഇത് മനസ്സിലാക്കിയ ഹിസ്ബുള്ള എന്നാൽ ആശയവിനിമയത്തിന് തിരഞ്ഞെടുത്തത് പൊതുസമൂഹത്തിൽ നിന്നും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന സംവിധാനമായ പേജർ ആയിരുന്നു. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഓരോ മൊബൈലും ഓരോ ചാരനും ഓരോ മരണത്തിൻ്റെ ദൂതനുമാണെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള തലവൻ്റെ ആഹ്വാനവും അവരുടെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനാൽ ഇസ്രായേലിന് ലെബനോനിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കണ്ടെത്താനും നശിപ്പിക്കാനും പലപ്പോഴും കഴിയാതെ പോവുകയായിരുന്നു. എന്നാൽ ലോകം ചുറ്റുന്ന ചാരക്കണ്ണുകളുള്ള ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ 90-കളുടെ ആശയവിനിമയത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെ മണത്തറിയാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നിട്ട് അത് തന്നെ അവരുടെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമാണ് നാം ഇപ്പോൾ കണ്ട സ്ഫോടന പരമ്പരകൾ. തായ്വാനിൽ വേരുകളുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഈ പേജറുകൾ ലെബനോനിൽ വന്നതെങ്കിലും അവർ പറയുന്നത് അത് അസംബിൾ ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും ഹംഗറിയിലെ അവരുടെ കമ്പനിയിൽ നിന്നാണെന്നാണ്. ഹംഗറിയിലും ഇസ്രായേലിലും തമ്മിലുള്ള രാഷ്ട്രീയവും സാമൂഹ്യവുമായ ബന്ധം വളരെ ദൃഢമാണ് എന്നതും ഈ സംഭവത്തോട് ചേർത്ത് വായിക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒന്നുകിൽ നിർമ്മാണ അവസരത്തിൽ അല്ലെങ്കിൽ വിതരണത്തിന് തൊട്ടു മുമ്പ് 3 ഗ്രാമോളം സ്ഫോട വസ്തുക്കളും അത് ദൂരെ നിന്ന് നിയന്ത്രിക്കാനും ആശയവിനിമയം ചോർത്താനുമുള്ള സംവിധാനങ്ങളും ഈ പേജറിൽ വളരെ വിദഗ്ധമായി സംവിധാനിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാണ്. അതായത് തങ്ങൾ സുരക്ഷിതമാണെന്ന് ഹിസ്ബുള്ള അമിതമായി ആത്മവിശ്വാസം കൊണ്ട അതേ സംവിധാനത്തിൽ തന്നെ എപ്പോഴോ ഇസ്രായേലി നീരാളി കൈകൾ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. 3 ഗ്രാം മാത്രമാണെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ശരീരത്തിന് വളരെ അടുത്ത് വെച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ 2 അടിയോളം അകലത്തിൽ മാരകമായ രീതിയിൽ പൊള്ളലേൽക്കുകയോ ആന്തരാവയവങ്ങൾക്ക് ശക്തമായ മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്യും. ഉടൻ തന്നെ ഉള്ള മരണനിരക്ക് കുറവാണെങ്കിലും പരിക്ക് ഗുരുതരമാകാനും അണുബാധയേറ്റും ഉണ്ടാകുന്ന മരണനിരക്കുകൾ അളവ് വളരെ കൂടുതലാകാനാണ് സാധ്യത. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഒരു കുട്ടിയടക്കം 12 പേർ മരണപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇറാന്റെ സ്ഥാനപതിയുടെ കണ്ണ് നഷ്ടപ്പെട്ടതായും പറയപ്പെടുന്നു. ഇതിന്റെ നെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ
മറ്റൊരു ആശയവിനിമയ മാർഗമായ റേഡിയോകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതായും മരണങ്ങൾ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരേ സമയം 4000-ഓളം പേജറുകൾ ഹിസ്ബുള്ളയുടെ ശൃംഖലയിൽ പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ കാത്ത് അണിയറയിൽ എന്തൊക്കെയോ ഇസ്രായേൽ കരുതി വച്ചിട്ടുണ്ട്. ഇത് അതിനുള്ള വെറും ഒരു സൂചന മാത്രമായിരിക്കാം. എന്നാൽ വിട്ടുകൊടുത്ത് ശീലമില്ലാത്ത ഹിസ്ബുള്ള ഇതിന് എന്ത് മറുപടിയാണ് നൽകുക എന്നും ഈ യുദ്ധം ഇനി ഏത് ദിശയിലേക്കാണ് തിരിയുക എന്നും കണ്ടു തന്നെ അറിയണം.